നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. കുന്നംകുളം നഗരമധ്യത്തിൽ അതീവ സുരക്ഷാ മേഖലയായ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണ ശ്രമം. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. കോടതിയുടെ ഓഫീസ് റൂമിന്റെ വാതിലിന്റെ പൂട്ട് പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് സെക്യൂരിറ്റി ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തി രക്ഷപ്പെട്ടു. ഓഫീസ് മുറിയുടെ വാതിൽ തകർക്കുന്ന ശബ്ദം കേട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ സ്ഥലത്തെത്തിയപ്പോഴാണ് മോഷണ ശ്രമം ശ്രദ്ധയിൽപ്പെട്ടത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കുന്നംകുളം മേഖലാ സമ്മേളനം കുന്നംകുളം കോമേറ്റ്സ് സർക്കിൾ ക്ലബിലെ തിച്ചൂർ രാധാകൃഷ്ണൻ നഗറിൽ നടന്നു. COA മേഖലാ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. മേഖലാ ജോയിന്റ് സെക്രട്ടറി കെ മണികണ്ഠൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. എക്സിക്യൂട്ടീവ് അംഗം KA അജീഷ് സ്വാഗതം പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ അധ്യക്ഷനായി. KCCL ചെയർമാൻ K ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക കാലത്ത് മൾട്ടി സർവീസ് പ്രൊവൈഡർ എന്ന തലത്തിലേക്ക് കേബിൾ TV ഓപ്പറേറ്റർമാർ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും വൈജ്ഞാനിക മേഖലയിൽ ലോകത്ത് വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മികച്ച സേവനങ്ങൾ നൽകാൻ കേബിൾ TV ഓപ്പറേറ്റർമാർ സജ്ജരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുതിയ ഓപ്പർച്യൂണിറ്റികൾ എന്താണ് നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ളത്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നില്ല, പുതിയ ബിസിനസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നില്ല തുടങ്ങിയവയൊക്കെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ്. അതേപോലെ തന്നെ പുതിയ ജനറേഷൻ ഇവിടെ ഇരിക്കുന്ന എത്ര പേരില്ല പുതിയ തലമുറ ഈ കേബിൾ TVയുടെ പിന്തുടർച്ചക്കാരായിട്ട് വരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മേഖലാ മെമ്പർ വിനു ജോൺസൺ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദത്തിൽ 6ാം റാങ്ക് നേടിയ മേഖലാ അംഗം S ശശികുമാറിന്റെ മകൾ ഗായത്രിയെയും സമ്മേളനത്തിൽ ആദരിച്ചു. മേഖലാ സെക്രട്ടറി KV അബ്ദുൾ അസീസ് മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ PM മനോജ് സാമ്പത്തിക റിപ്പോർട്ടും CO ബിജു ഓഡിറ്റ് റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ടും, KCCL ഡയറക്ടർ VP ബിജു KCCL റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടർ KM എഡ്വിൻ എന്നിവർ സംസാരിച്ചു. തിരുത്തിക്കാട് നൂറടിത്തോടിന്റെ ഇരുവശങ്ങളിലും നിന്നിരുന്ന 100-ലധികം തണൽ മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തിയതായി പരാതി. വെട്ടിക്കടവ് മുതൽ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും നിന്നിരുന്ന മരങ്ങളാണ് അധികൃതരുടെ അനുമതിയില്ലാതെ മുറിച്ചു മാറ്റിയത്. സംഭവത്തിൽ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രദേശത്തിന് വലിയ തോതിൽ ഹരിതഭംഗി നൽകിയിരുന്ന മരങ്ങളാണ് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ മുറിച്ചു നീക്കിയതെന്ന് പറയുന്നു. മരങ്ങൾ വെട്ടിമാറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെയും നഗരസഭ അധികൃതരെയും വിവരം അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസും നഗരസഭാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനായി മുൻകൂട്ടി അനുമതി വാങ്ങിയിരുന്നില്ല എന്നാണ് പ്രാഥമിക നിഗമനം. വരും ദിവസങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളാണ് വെട്ടിമാറ്റിയത്. ഇത് പ്രദേശത്തെ ജൈവ വൈവിധ്യത്തെയും ചൂട് കുറയ്ക്കാനുള്ള സ്വാഭാവിക മാർഗത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇവിടുത്തെ കൃഷിക്ക് ഭയങ്കരമായിട്ട് അത് ബാധിക്കും. ഇപ്രാവശ്യം വെള്ളം അത്രയും കൂടിയിട്ട് ഇവിടെ മോട്ടറടി വരെ നിർത്തിവെക്കേണ്ടി വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ മരം വീണിട്ട് ബണ്ട് പൊട്ടലും കൂടി ആയിട്ട് വെച്ചാൽ എന്ത് ചെയ്യുന്നുള്ളത് അധികൃതരെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ പടവ് കമ്മിറ്റി ആലോചിച്ചിട്ട് പടവ് കമ്മിറ്റിയിൽ 15-അംഗ കമ്മിറ്റിയിൽ മിനിസ്റ്റർ ബുക്കിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ മരം മുറി. ഇങ്ങനെ മരം മുറിച്ച് 3 അടി ഉയരത്തിൽ മുറിച്ച് മാറ്റുക. മരം നശിപ്പിക്കരുത്, അത് കടവച്ചേരല്ല, നശിപ്പിക്കാതെ. പെയിന്റ് ബക്കറ്റുകളുമായി പോവുകയായിരുന്ന ലോറിയിൽ നിന്നും പെയിന്റ് ബക്കറ്റ് റോഡിൽ വീണ് പരന്നൊഴുകിയതിനെ തുടർന്ന് ഇരുചക്ര വാഹനങ്ങൾ തെന്നിമറിഞ്ഞു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ മൃഗാശുപത്രിക്ക് സമീപം ബുധനാഴ്ച രാവിലെ 6:30 സംഭവം. ലോറിയിൽ നിന്നും പെയിന്റ് റോഡിലേക്ക് ഒലിച്ചിറങ്ങിയത് ശ്രദ്ധയിൽപ്പെടാതെ എത്തിയ ബൈക്കുകളാണ് തെന്നിമറിഞ്ഞത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. റോഡിൽ പെയിന്റ് വരുന്നത് അല്പനേരം ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കി. വിവരം അറിയിച്ചതനുസരിച്ച് കുന്നംകുളം അഗ്നിരക്ഷാ സേന എത്തി പെയിന്റ് നീക്കം ചെയ്തു. ശബരിമല മണ്ഡലകാലത്തിന് പിന്നാലെ ഗുരുവായൂർ നഗരത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നേരിട്ടിറങ്ങി. 3 മണിക്കൂർ നീണ്ട തീവ്ര യജ്ഞത്തിനൊടുവിൽ നഗരസഭയുടെയും ദേവസ്വത്തിന്റെയും പ്രധാന പാർക്കിംഗ് കേന്ദ്രങ്ങൾ ശുചിത്വപൂർണ്ണമാക്കി. മണ്ഡലകാലത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിയതോടെ പാർക്കിംഗ് മൈതാനങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റവശിഷ്ടങ്ങളും കുന്നുകൂടിയിരുന്നു. നഗരസഭയുടെ മഞ്ജുലാൽ പാർക്കിംഗ് ഗ്രൗണ്ട്, ദേവസ്വത്തിന്റെ പഴയ ഫയർ സ്റ്റേഷൻ പാർക്കിംഗ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് ശുചീകരണം നടന്നത്.
50ഓളം വരുന്ന സംഘം മാലിന്യങ്ങൾ തരംതിരിച്ച് നീക്കം ചെയ്ത ശേഷം ഗ്രൗണ്ടുകൾ വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. തീർത്ഥാടന കാലത്തിനു ശേഷം നഗരത്തിന്റെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ക്ലീൻ സിറ്റി മാനേജർ KC അശോക് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ AT ഹംസ, V അനൂപ്, ബിന്ദു അജിത് കുമാർ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ S ഹർഷിദ്, സബി പ്രവീൺ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും നഗരത്തിലെ മറ്റു പൊതുസ്ഥലങ്ങളിലേക്കും ശുചീകരണം വ്യാപിപ്പിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3ാമത് ശ്രീ മുലയമ്പറമ്പത്തമ്മ പുരസ്കാര സമർപ്പണം നടത്തി. 4 പതിറ്റാണ്ടായി വാദ്യരംഗത്തുള്ള ഇലത്താളം കലാകാരൻ കണ്ണാലത്ത് മോഹനന് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KK മുരളി ശ്രീ മുലയമ്പറമ്പത്തമ്മ പുരസ്കാരം നൽകി. പൂരാഘോഷത്തിന് ആനയുടെ ഏക്കത്തുക ഒഴിവാക്കി 5 ലക്ഷം രൂപയ്ക്ക് പാവപ്പെട്ട കുടുംബത്തിന്റെ വീട് പുനർനിർമ്മിച്ച് നൽകി മാതൃകയായ നവയുഗ പൂരാഘോഷ കമ്മിറ്റിയും മോഹനനെ ആദരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് നാടൻ വേലകളായ തിറ, പൂതൻ എന്നിവ ക്ഷേത്രത്തിലെത്തി. രാത്രി തിരുവനന്തപുരം ജോസ്കോ ഓർക്കസ്ട്രയുടെ ഗാനമേളയുമുണ്ടായി. മാർച്ച് 1-നാണ് പ്രസിദ്ധമായ മുലയമ്പറമ്പത്ത് പൂരാഘോഷം നടക്കുക. കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് KK മുരളി കുന്നത്തേരി, സെക്രട്ടറി ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക്, ട്രഷറർ CK സുഷി ആലിക്കര, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ വെങ്ങിലശ്ശേരി ചേർന്തല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിച്ചു. 1-ാം ഉത്സവ വിളക്കിൽ ശുദ്ധികലശ ചടങ്ങുകൾ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ബിംബശുദ്ധി, ആചാര്യവരണം, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര ചടങ്ങുകൾ, വിളക്കെഴുന്നള്ളിപ്പ്, കേളി, കൊമ്പ് കുഴൽപ്പറ്റ്, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പള്ളിവേട്ട, ആറാട്ട് എന്നിവ നടക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യകാർമ്മികനാകും. ക്ഷേത്രം മേൽശാന്തി വടക്കേടത്ത് രഞ്ജിത്ത് നമ്പൂതിരി സഹകാർമ്മികനാകും. വേലൂർ ചേർന്തല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ക്ഷേത്രോത്സവ വേദിയിൽ സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ മുൻ മേൽശാന്തിയും കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രം മേൽശാന്തിയുമായ പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ K അരവിന്ദാക്ഷനെ ആദരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര സംസ്കൃതിയിൽ കാളിദാസ് എടുക്കുളത്തിൻ്റെ കർണാട്ടിക് ഫ്യൂഷൻ, ശ്രീവിദ്യ കിള്ളിക്കുറിശിമംഗലത്തിൻ്റെ ശീതങ്കൻ തുള്ളൽ, കൂറ്റനാട് രാവുണ്ണി പണിക്കർ, അരുണ സുബ്രഹ്മണ്യൻ, ഡോക്ടർ K അരവിന്ദാക്ഷൻ, പ്രൊഫസർ ഡോക്ടർ KA രവീന്ദ്രൻ തുടങ്ങിയവരുടെ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറും. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രവർത്തക സമിതി അംഗവും സാമൂഹിക പ്രവർത്തകനും മുൻ കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാനുമായിരുന്ന EP കമറുദ്ദീൻ്റെ നിര്യാണത്തിൽ മുസ്ലിം ലീഗ് കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി സർവകക്ഷി അനുശോചന യോഗം ചേരും. പ്രസിഡന്റ് EM കുഞ്ഞുമോൻ ഹാജിയുടെ അധ്യക്ഷതയിൽ ചിറക്കൽ അറഫ പാലസിൽ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 നടക്കുന്ന യോഗത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ അനുശോചന പ്രഭാഷണം നടത്തുമെന്ന് സെക്രട്ടറി AY മുഹമ്മദ് കുട്ടി അറിയിച്ചു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ പ്രവണതയെക്കുറിച്ച് നിയമസഭയിൽ സമർപ്പിച്ച കണക്കുകളും NCRB റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് കേരളത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മഹത്യ 10 വർഷത്തിനിടെ 50% വർദ്ധിച്ചു എന്നാണ്. ഈ സാഹചര്യത്തിലാണ് അൻസാർ വിമൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കിടയിലെ ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ സംസ്ഥാന ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത്. സേഫ് മൈൻഡ് ടുഗദർ വി ഹീൽ എന്ന തലക്കെട്ടിൽ അൻസാർ വിമൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ 1500-ലധികം വിദ്യാർത്ഥിനികൾ അണിനിരന്നുകൊണ്ട് ഏറ്റവും വലിയ ആത്മഹത്യാ പ്രതിരോധ ലോഗോ ഗ്രൗണ്ടിൽ സൃഷ്ടിച്ച് വേൾഡ് ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത്. ജനുവരി 22 വ്യാഴാഴ്ച രാവിലെ 9:30 കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിയോടനുബന്ധിച്ച് നൃത്ത സംഗീത ശില്പം, ഒപ്പ് ശേഖരണം, വിദ്യാർത്ഥി ബോധവൽക്കരണ റാലി എന്നിവയും സംഘടിപ്പിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ കടവലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ, കടവലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രതീഷ് മാധവ്, അബ്ദുൾ റസാഖ്, ഗിന്നസ് സത്താറാദൂർ എന്നിവർ സംബന്ധിക്കും. കോളേജ് ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി, പ്രിൻസിപ്പൽ J ഫരീദ, വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ്, പ്രോഗ്രാം കൺവീനർ ഗ്രീഷ്മ രവീന്ദ്രൻ, PTA വൈസ് പ്രസിഡന്റ് ഷാജഹാൻ, കോളേജ് യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകും. വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ J ഫരീദ, വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ്,
PRO MP ഷിഹാബലി, പ്രോഗ്രാം കോർഡിനേറ്റർ ഗ്രീഷ്മ രവീന്ദ്രൻ, മീഡിയ കൺവീനർ MA കമറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മൂകാഭിനയ മത്സരത്തിൽ കുന്നംകുളം മോഡൽ ബോയ്സ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ A ഗ്രേഡ് കരസ്ഥമാക്കി. ലോകത്തെ ഞെട്ടിച്ച സ്പോർട്സ് ഫോട്ടോഗ്രാഫറായ കെവിൻ കാർട്ടറിൻ്റെ ക്യാമറയിൽ പകർത്തിയ ചിത്രത്തെ ആസ്പദമാക്കിയാണ് മൂകാഭിനയത്തിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരുന്നത്. ചിത്രത്തെ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കുന്നംകുളം മങ്ങാട് സ്വദേശി ഡിവൈൻ ഫ്രെഡിയാണ് മൈം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചത്. മണലിയാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് വിവിധ ദേശക്കാരുടെ കരിങ്കാളിയും കാളകളിയും നാടൻ കലാരൂപങ്ങളും ക്ഷേത്രത്തിലെത്തി. വൈകിട്ട് ദീപാരാധന, ഫാൻസി വെടിക്കെട്ട്, തായമ്പക എന്നിവയും ഉണ്ടായിരുന്നു. പുതുശ്ശേരി സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൻ്റെ 108ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷിക ചടങ്ങ് ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ അധ്യക്ഷനായി. ഗായകനും ബിഗ് ബോസ് താരവും വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അക്ബർ ഖാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. സ്റ്റാഫ് സെക്രട്ടറി AS സൽമ ടീച്ചർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ KC ജിഷ അവാർഡ് വിതരണം നടത്തി. പഞ്ചായത്ത് അംഗം K ഐശ്വര്യ എൻഡോമെന്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം അനൂപ് ബാലൻ, പ്രധാനാധ്യാപിക AM അൽഫോൺസ, PTA പ്രസിഡന്റ് ജോജു വടക്കൻ, MPTA പ്രസിഡന്റ് ആശ സജീഷ്, സ്കൂൾ ലീഡർ PS ഏഞ്ചൽ മേരി, സ്റ്റാഫ് പ്രതിനിധി MJ ലിജി എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആചരിച്ചു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പിള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽമാർ ബസേലിയോസ് മെത്രോപൊലിത്ത മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ കൗൺസിലർ ഷബാന ഷമീർ എൻഡോമെന്റ് വിതരണവും PTA പ്രസിഡന്റ് മുഹമ്മദ് നൌഫൽ സമ്മാനദാനവും നടത്തി. ചടങ്ങിൽ ബീന C ഇട്ടൂപ്പിനെ യാത്രയയപ്പ് നൽകി. സംസ്ഥാന കലോത്സവ ജേതാവ് മുഹമ്മദ് ജാബിറിനെ ആദരിച്ചു. നഗരസഭാ കൗൺസിലറും പൂർവ്വ വിദ്യാർത്ഥിയുമായ ബഷീർ പൂക്കോട്, ഗീവർ മാണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് P മാത്യു, ഫാദർ ബെന്യാമിൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് പ്രീതി ടീച്ചർ, പ്രിൻസിപ്പൽ ഇൻചാർജ് ദിവ്യ KS തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചിറക്കൽ നേർച്ചയോടനുബന്ധിച്ച് DYFI കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ സെന്ററിലെ വിവിധയിടങ്ങളിൽ വല്ലം സ്ഥാപിച്ചു. DYFI മുൻ പഞ്ചായത്ത് സെക്രട്ടറിയും ചിറക്കൽ വാർഡ് മെമ്പറുമായ സന്തോഷ് കൊളത്തേരി ഉദ്ഘാടനം ചെയ്തു. മേഖലാ ട്രഷറർ അനുമോൻ C തമ്പി, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ KA അഭിരാജ്, സുകേഷ്, PJ സിജോ എന്നിവർ നേതൃത്വം നൽകി. ചർമ്മം. ചാലിശ്ശേരി പൊട്ടൻകുളങ്ങര പരേതനായ ജനാർദ്ദനന്റെ ഭാര്യ അംബുജാക്ഷി നിര്യാതയായി. 83 വയസ്സായിരുന്നു. ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാനാധ്യാപികയായിരുന്നു പരേത. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. വിനീത, സ്മിത എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.